നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുകയില്ലെന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ അവകാശവാദം ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞപ്പോൾ അത് മറച്ചുവെക്കാനാണ് പ്രാദേശിക നിയന്ത്രണം എന്ന ഓമനപ്പേരിൽ ജനങ്ങളെ ദ്രോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. കേരളത്തിൽ മുൻപും സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്നൊക്കെ ജനങ്ങളെ മുൻകൂട്ടി സമയം അറിയിച്ചാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു നിശ്ചയവുമില്ല എന്നതാണ് അവസ്ഥ. കേരളം വൈദ്യുതി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാകും, വൈദ്യുതി കേരളം വിൽക്കും തുടങ്ങിയ പിണറായി സർക്കാരിൻ്റെ എല്ലാ അവകാശവാദങ്ങളും നിലം പൊത്തിയിരിക്കുകയാണ്. അമിത വിലയ്ക്കാണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ആളുകൾ ഉറങ്ങാൻ തുടങ്ങുന്ന രാത്രി 10 മണിക്കാണ് വൈദ്യുതി ബോർഡിൻ്റെ ക്രൂരകൃത്യം ആരംഭിക്കുന്നത്. മിക്കയിടത്തും പുലർച്ചെ 2 മണി വരെ വൈദ്യുതിയില്ല. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി അവർ തോന്നും പോലുള്ള നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തുന്നത്. രാത്രി 10 മണിക്ക് ശേഷമുള്ള വൈദ്യുതി നിയന്ത്രണം പൂർണ്ണമായി ഒഴിവാക്കണമെന്നും മുൻകൂട്ടി അറിയിക്കാതെയുള്ള ഒരു വൈദ്യുതി നിയന്ത്രണവും പാടില്ലെന്നും ഹസൻ ആവശ്യപ്പെട്ടു. കടുത്ത വേനലിൽ അനാവശ്യമായി വൈദ്യുതി പാഴാക്കുന്ന ദീപാലങ്കാരങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണം. അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണത്തെ തുടർന്ന് സഹിക്കെട്ട ജനം രാത്രിയിൽ വൈദ്യുതി ബോർഡ് ഓഫീസുകൾ ഉപരോധിക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. പലയിടത്തും അതും സംഘർഷാവസ്ഥയിലേക്ക് നീളാറുണ്ട്. കിടപ്പ് രോഗികളും മാറാരോഗികളുമൊക്കെ ദുസ്സഹായമായ ദുരന്തത്തിൽ കൂടി കടന്നു പോകുന്നു. വൈദ്യുതി ഉൽപ്പാദനം, വാങ്ങൽ, ഉപയോഗം തുടങ്ങിയ വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന ധവളപത്രം പുറപ്പെടുവിക്കുവാൻ തയ്യാറുണ്ടോ എന്ന് ഹസൻ ചോദിച്ചു.